ഹായ് കൂട്ടുകാരെ, ക്രിസ്മസ് പരീക്ഷയുടെ 5ാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 2 കോളം കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിന് മാച്ചായത് ഏതാണ് രണ്ടാമത്തെ കോളത്തിൽ എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് ശരിയായ ജോഡികൾ വരുന്ന ഓപ്ഷനുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. അതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ കോളത്തിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ കോളത്തിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് മാച്ചായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എക്സ് മൈനസ് വൈ മൈനസ് സെഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ പ്ലസ് സെഡിനാണ് ഈക്വലായിട്ട് വരുന്നത്. എക്സ് പ്ലസ് വൈ മൈനസ് സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ മൈനസ് സെഡിനാണ് ഈക്വലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ശരിയായ ഓപ്ഷൻസ് എടുത്ത് എഴുതണം. 1 റോമൻ ലെറ്ററിന് 3 ഈക്വലാണ്, 2 1 ഈക്വലാണ്, 3 4 ഈക്വലാണ്. ഇങ്ങനെ 3 ശരിയായത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുക. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് നമ്മുടെ ആൾജിബ്രായിക് എക്സ്പ്രഷനിൽ എഴുതണം. അപ്പോൾ ഒരു സംഖ്യയുടെ 10 മടങ്ങും അതേ സംഖ്യയുടെ 4 മടങ്ങും കൂട്ടിയാൽ ആ സംഖ്യയുടെ 14 മടങ്ങ് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു നമ്പർ എന്ന് പറയുന്നത് എക്സ് ആണ്. 10 times of a number അപ്പോൾ 10x. 4 times of a number 4x. അപ്പോൾ 10 times of a നമ്പറിൻ്റെ കൂടെ 4 times of a number ആഡ് ചെയ്യണം. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 10x + 4x = 14x. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ മനക്കണക്കായിട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. 410 മൈനസ് 6.5 മൈനസ് 3.5. അതായത് 410 നിന്ന് 6.5 കുറയ്ക്കണം, 3.5 കുറയ്ക്കണം. അപ്പോൾ 2 കാര്യങ്ങൾ കുറയ്ക്കാനുണ്ട്. അപ്പോൾ കുറയ്ക്കാനുള്ളത് കൂട്ടിയിട്ട് കുറയ്ക്കാം. 6.5 കുറയ്ക്കണം, 3.5 കുറയ്ക്കണം. അപ്പോൾ 6.5 3.5 കൂട്ടുന്നു, അത് 410 നിന്ന് കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 410 - 10 = 400. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് = എന്നതിനെ സാധാരണ ഭാഷയിൽ എഴുതുക. അതായത് ആൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നിരിക്കുകയാണ്, അതിന് ഓർഡിനറി ലാംഗ്വേജിലേക്ക് എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതിയാൽ മതി? ഒരു സംഖ്യയോട് മറ്റൊരു സംഖ്യ കൂട്ടി ആദ്യ സംഖ്യ കുറച്ചാൽ കൂട്ടിയ സംഖ്യ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 10 - 4 - 2 10 - 4 - 2 തുല്യമാണോ? ക്രിയ ചെയ്ത് കാണിക്കുക. അപ്പോൾ രണ്ടും നമുക്ക് ചെയ്ത് നോക്കാം, അത് രണ്ടും തുല്യമാണോ എന്ന് നോക്കാം. 10 - 4 - 2 ആണ്. ബ്രാക്കറ്റാണ് ആദ്യം ഓപ്പൺ ചെയ്യുക. അപ്പോൾ 10 - 4 - 2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 10 - 2 = 8. അടുത്തത് 10 - 4 - 2. അപ്പോൾ 10 - 4 6 - 2 4. അപ്പോൾ അത് രണ്ടും ഈക്വൽ അല്ല. ദേ ആർ നോട്ട് ഈക്വൽ. താങ്ക് യു.